ഇടുക്കി കൂട്ടാറിൽ പോലീസ് മർദ്ദിച്ച് പരിക്കേറ്റയാൾക്ക് 1 മാസം കഴിഞ്ഞിട്ടും നീതി ലഭിച്ചില്ലെന്നാണ് പരാതി. ഓട്ടോ തൊഴിലാളിയായ മുരളീധരനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഡിസംബർ 31-ന് ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെയാണ് പോലീസ് അതിക്രമം ഉണ്ടായത്. മുരളീധരനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അടിയേറ്റ മുരളീധരന്റെ പല്ല് ഒടിഞ്ഞുപോയിരുന്നു. ആശുപത്രി ചെലവ് പോലീസ് ഉദ്യോഗസ്ഥർ വഹിക്കാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പരാതി അന്ന് നൽകാതിരുന്നത്. എന്നാൽ ചികിത്സാ ചെലവ് നൽകാൻ തയ്യാറാകാതെ വന്നതോടെ മുരളീധരൻ കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. 31-ാം തീയതി വൈകിട്ട് 11 മണിയോടുകൂടി ആണ് അവിടെ ന്യൂ ഇയർ ആഘോഷമായിട്ട് പാട്ടുകളും പടക്കം പൊട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ആഘോഷം ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ അലമ്പാട്ട് നടക്കുന്ന ആൾക്കാരും ഇല്ലായിരുന്നു അതിനകത്ത്. അങ്ങനെയൊരു എല്ലാ വട്ടത്തെ അപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെ ഒന്ന് ആ 11 മണിയോടുകൂടി പിന്നെ CA വന്നിട്ട് പിന്നെ എല്ലാവരും വീട്ടിൽ പൊക്കണമെന്നും പറഞ്ഞു വിടുകയും പിന്നെ ലാത്തി എടുക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നെ തല്ലിയ സമയത്ത് ലാത്തിയൊന്നുമില്ല കയ്യിൽ, നേരിട്ട് വന്ന് തല്ലുമായിരുന്നു. അതിനുള്ള ഒരു പ്രകോപനവും നമ്മുടെ മനസ്സിലില്ലല്ലോ. സമയം സംഭവം വിവാദമായതോടെ പരാതി അന്വേഷിച്ച റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കാൻ ഇടുക്കി SP കട്ടപ്പന ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി. മദ്യപിച്ച് ആളുകൾ ബഹളമുണ്ടാക്കുന്നുവെന്ന ഫോൺ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതെന്നും വാഹനങ്ങൾക്ക് നേരെ പടക്കം പൊട്ടിച്ചെറിഞ്ഞത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.